എല്ലാവർക്കും നമസ്കാരം. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹാർമണി 91.16 റേഡിയോ FM. ഇന്നത്തെ റേഡിയോ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് 9ാം ക്ലാസ്സിൽ നിന്നും RJ അനയ. ഞാൻ RJ കല്യാണി. ഇന്ന് സെപ്റ്റംബർ 5 അധ്യാപക ദിനം. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം എല്ലാ അധ്യാപകർക്കും വേണ്ടി സമർപ്പിക്കുന്നു. ആദ്യം തന്നെ എല്ലാ അധ്യാപകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അധ്യാപക ദിനാശംസകൾ നേരുന്നു. പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നതിനായി നമ്മുടെ സീനിയർ അധ്യാപകനും ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പലും ആയ ശ്രീ അസീം സാറിന് നമ്മുടെ റേഡിയോ പ്രോഗ്രാമിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്നറിയാം. അതിനായി ഞങ്ങൾ സാറിനെ ക്ഷണിക്കുന്നു. വെഞ്ഞാറുമൂട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ റേഡിയോ ക്ലബ്ബായ ഹാർമണി ഗ്രൂപ്പ് അധ്യാപക ദിനത്തിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെയൊരു റേഡിയോ നിലയത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളാണ് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നത്. സ്കൂളിന് വേണ്ടി എല്ലാ ക്ലാസ്സുകളിലും സ്പീക്കറും ബാക്കി സംവിധാനങ്ങളുമൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്നാണ് തയ്യാറാക്കി തന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വളരെയധികം സന്തോഷമുണ്ട്. സ്കൂളിൻ്റെ ഹാർമണി റേഡിയോ ഗ്രൂപ്പിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു സർ. അടുത്തതായി നമുക്കൊരു കവിതാലാപനം കേട്ടാലോ. 10ാം ക്ലാസ്സിലെ രുദ്രന്മാർ ശ്രീ കൊപ്പം വിജയൻ സാറിന്റെ ഗാന്ധാരി വീണ്ടും കരയുന്നു എന്ന കവിതയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. രുദ്രയെ അതിനായി ക്ഷണിക്കുന്നു. കുരുക്ഷേത്രമുണരുന്നു വീണ്ടും, കബന്ധങ്ങളുറ്റവർക്കായി കിടക്കുന്നു. കുന്നും ചത്തുമി അഭിനവ ക്ഷത്രിയർ, കൊല്ലാതെ കൊല്ലുന്നു ബന്ധങ്ങളെ. ഇന്ന് കൊല്ലാതെ കൊല്ലുന്നു ബന്ധങ്ങളെ. ചാകാൻ പിറന്നൊരീ ചേഘവ കൂട്ടങ്ങൾ ചോരയിൽ മുങ്ങി പരസ്പരം വീഴുന്നു. ചാരിതാർത്ഥ്യം കൊണ്ടു നേതാവ് കരയുന്നു, ചാരിത്ര്യമോതുന്ന കണികയെ പോൽ. നാടുവാഴുന്നവർ സിംഹാസനങ്ങളിൽ, താഴെ വീഴുന്നവർ മണ്ണിനുള്ളിൽ. രക്തസാക്ഷിത്വം ധ്വജങ്ങൾക്കു കീഴിലൊരു ചില്ലിട്ട കൂട്ടിൽ പാദവക്കിൽ. കാക്കയും കിളികളും കാഷ്ടിച്ച് പൂജിച്ച്, വേനലും വർഷവും താടിച്ച് നോവിച്ച്, ഗതി തേടി എപ്പോഴോ പോയൊരാത്മാവിൻ്റെ നോക്കുകുത്തികളെ നീ വീണ്ടും പടുക്കുക. കെട്ടുതാലി പൊട്ടി വീഴുന്ന നേരത്ത് പൊട്ടിക്കരഞ്ഞിടാൻ പോലും കഴിയാത്ത ജീവച്ഛവങ്ങളാം ഭാര്യമാർക്കില്ലാത്ത ഭാഗ്യത്തെ ഓർത്തു മേധാവേ ചിരിക്ക നീ. ആറ്റുനോറ്റുണ്ടായൊരാന്തരി ആരാൻ്റെ കൈ കൊണ്ടു വെട്ടേറ്റു വീഴുന്നതും, വികൃതമായി വിധിയോടു കീഴടങ്ങുന്നതും കാണേണ്ടി വന്നൊരീ ഗാന്ധാരിമാർ. ആരോടു ചൊല്ലേണ്ടു, ആരെ ശപിക്കേണ്ടു, നാഥനില്ലാത്തൊരീ യുദ്ധഭൂവിൽ. ഇരുളും വെളിച്ചവും വേർതിരിക്കാനാവാത്ത
കുറിച്ചറിയാത്ത ധൃതരാഷ്ട്ര നേത്രരാം ധീരയോദ്ധാക്കളെ, മൃതരായി കിടക്കുവാനെന്തിനായി നിങ്ങളീ ധരണിയിൽ വന്നു പിറന്നതെന്തിങ്ങനെ? പുഷ്പചക്രങ്ങളിൽ മിന്നുന്ന വേരുകൾ മത്സരം കൂട്ടി കുമിഞ്ഞിടുമ്പോൾ, നടുക്കം ഡിഗ്രിയിൽ രേഖപ്പെടുത്തുന്നു ദൂരത്തിരുന്നു സാമാജികന്മാർ. അച്ഛനില്ലാത്ത കീടാങ്ങൾ തൻരോധനം പീയൂഷമായി നേതാവേ കരുതുക. അർത്ഥം പിരിക്കുക ധീരനായി വാഴ്ത്തി നീ നാടുകൾ തോറും പാടി നടക്കുക. വീണ്ടും മാമാങ്കവേദികൾ കൂട്ടുക, പുതിയ ചാവേറുകളെ സൃഷ്ടിച്ചെടുക്കുക. ബുദ്ധിയില്ലാത്തൊരാ പാവങ്ങളെ കൊന്ന് ശുദ്ധി വരുത്തി നീ വിജയായി തീരുക. ശുദ്ധി വരുത്തി നീ വിജയായി തീരുക. എങ്കിലും കരയുക മാതാവേ നീ, നിൻ മക്കളെ ഓർത്ത് പൊട്ടി കരഞ്ഞിടുക. എങ്കിലും കരയുക മാതാവേ നീ, നിൻ മക്കളെ ഓർത്ത് പൊട്ടി കരഞ്ഞിടുക. നിൻ കണ്ണിൽ നിന്നിറ്റു വീഴുന്ന ചോരയൊരു കടലായിടും, അഗ്നിനാളമാകും. കഴിയില്ലെതിർക്കാൻ അതിൽ നിന്നൊരുത്തരും, രക്ഷപ്പെടില്ല ഗാന്ധാരി കരയുക. രക്ഷപ്പെടില്ല ഗാന്ധാരി കരയുക. താങ്ക്സ് രുദ്ര. ഈ അധ്യാപക ദിനത്തിൽ നമ്മുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പളുമായി ഒരു അഭിമുഖ സംഭാഷണം ആയാലോ? അതിനായി 9ാം ക്ലാസ്സിലെ സാരംഗിയെയും പ്രിൻസിപ്പൽ ശ്രീ അസീം സാറിനെയും ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ദേശീയ അധ്യാപക ദിനമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഈ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളിലെ പ്രിൻസിപ്പാളായ ശ്രീ അസീം സാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അധ്യാപന ജീവിതത്തിലെ ചെറിയ അനുഭവങ്ങൾ കോർത്തിണക്കി നമുക്കൊരു അഭിമുഖം നടത്താം. സാർ നമസ്കാരം. സാറിൻ്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ നമുക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാമോ? കുട്ടിക്കാലത്തെ സ്കൂൾ അനുഭവങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ ആദ്യം ചോദിച്ചത്. നിങ്ങളെപ്പോലെ തന്നെ വളരെ സന്തോഷം നിറഞ്ഞ ഒരു സ്കൂൾ ജീവിതമായിരുന്നു. വളരെ വർണ്ണാഭമായൊരു സ്കൂൾ ജീവിതം ആയിരുന്നു എൻ്റേതും. വീടിനടുത്ത് നിന്ന് ഏകദേശം 2 കിലോമീറ്റർ അകലെയുള്ള പേരുമല ഗവൺമെൻറ് LP സ്കൂളിലാണ് എൻ്റെ വിദ്യാഭ്യാസ ജീവിതം ആരംഭിക്കുന്നത്. സ്കൂളിലോട്ടുള്ള യാത്രകൾ ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ്. ഇന്നത്തെ പോലെ ഗതാഗത സംവിധാനങ്ങളൊന്നും അധികം ഉണ്ടായിരുന്ന കാലമല്ല. സ്കൂളിലേക്ക് നടന്നു തന്നെ നമുക്ക് പോകണമായിരുന്നു. സ്കൂളിൽ പോകുന്ന വഴിയും തിരിച്ചു വരുന്ന വഴിയും ആ യാത്രകളാണ് എനിക്ക് ഏറെ സന്തോഷകരമായി തോന്നിയിട്ടുള്ളത്. വീടിനടുത്ത് നിന്ന് ഇടവഴികളിലൂടെ വയലുകൾക്കും കുളങ്ങൾക്കും തോടുകൾക്കും ഇടയിലൂടെ തെങ്ങിൻ തോപ്പിലൂടെയൊക്കെയുള്ള വളരെ മനോഹരമായ യാത്രയായിരുന്നു സ്കൂളിലോട്ടുള്ളത്. സ്കൂളിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എപ്പോഴും സ്കൂളിലോട്ടുള്ള യാത്രയും തിരിച്ചു വരുന്ന യാത്രയുമാണ് ഇപ്പോഴും മനസ്സിൽ വരുന്നത്. ഒരുപാട് കൂട്ടുകാർ ചേർന്നായിരുന്നു നമ്മളന്ന് സ്കൂളിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. പോകുന്ന വഴിക്ക് പല പല വീടുകളിൽ നിന്ന് കൂട്ടുകാർ ആ സമയത്ത് നമ്മളൊരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും. അങ്ങനെ സ്കൂൾ എത്തുന്നത് വരെയും പല പല വീടുകളിൽ നിന്ന് കുട്ടികൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും. അങ്ങനെ സ്കൂൾ എത്തുമ്പോൾ
ഒരു കൂട്ടം കുട്ടികളായിട്ടായിരിക്കും നമ്മൾ സ്കൂളിൽ എത്തിച്ചേരുന്നത്. തിരിച്ചു വരുമ്പോഴും അതുപോലെ തന്നെയായിരുന്നു. പോകുന്ന വഴിയിൽ വിവിധ വീടുകളുണ്ട്. അവിടെ നമുക്ക് വെള്ളം കുടിക്കാൻ തരും. അതുപോലെ തന്നെ നെല്ലിക്ക, ചാമ്പയ്ക്ക, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടുകാർ നമുക്ക് തരും. അതൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ടായിരിക്കും നമ്മൾ സ്കൂളിലോട്ട് പോകുന്നത്. അതുപോലെ തിരിച്ചു വരുമ്പോഴും ഇതൊക്കെ കിട്ടും. അതുപോലെ കുളമുണ്ട്, പോകുന്ന വഴിക്ക് ചെറിയ തോടുകൾ, അതിനകത്തുള്ള ചെറിയ മീനുകളെ പിടിക്കാനും അങ്ങനെയൊക്കെ വളരെ സന്തോഷം നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു ചെറിയ സ്കൂളുകളിൽ പോയി പഠിച്ചു വരുന്ന ആ സമയത്ത് നമുക്ക് കിട്ടിയിരുന്നത്. പിന്നീട് 5ാം ക്ലാസ്സുകളിൽ എത്തിയപ്പോഴാണ് ഞാനും വെഞ്ഞാറമൂട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഭാഗമാകുന്നത്. അങ്ങനെ ഇതുപോലെ വെഞ്ഞാറമൂട് സ്കൂളിൻ്റെ ചുറ്റുവട്ടത്തുമുള്ള പല സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളെല്ലാം എത്തിച്ചേരുന്ന സ്ഥലമാണ് വെഞ്ഞാറമൂട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. കുട്ടിക്കാലത്തെ പേരുമല സ്കൂളിലോട്ട് പോകുമ്പോൾ നമ്മുടെ ആഗ്രഹമാണ് ഇനി എന്നാണ് വെഞ്ഞാറമൂട് സ്കൂളിലോട്ട് എത്തിച്ചേരാൻ പറ്റുന്നത്. കാരണം പേരുമലേക്ക് എന്ന് പറയുന്നത് നമ്മളൊരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ അതിൽ നിന്ന് വെഞ്ഞാറമൂട് എന്നുള്ളൊരു ടൗണിലോട്ട് എത്തിച്ചേരുക, പഠിക്കുക എന്നുള്ളതൊക്കെ ചെറിയ സ്കൂളിൽ പോകുന്ന സമയത്ത് വലിയ സന്തോഷമായിരുന്നു. അപ്പോൾ അങ്ങനെ വെഞ്ഞാറമൂട് സ്കൂളിൽ എത്തിച്ചേർന്നപ്പോൾ അവിടെ ഒരുപാട് സ്വാധീനിച്ച ഒരുപാട് അധ്യാപകരുണ്ട്. നമ്മൾ പല രീതിയിലും സ്വാധീനിച്ച, നന്നായി പഠിപ്പിക്കുന്ന, നന്നായി നമ്മളെ ശ്രദ്ധിക്കുന്ന അങ്ങനെ ഒരുപാട് അധ്യാപകരുടെ സ്വാധീനം മനസ്സിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഭാവിയിൽ ഒരു അധ്യാപകനായി തീരണമെന്ന് ഞാനും ആഗ്രഹിച്ചത്. അങ്ങനെ ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ അധ്യാപകനായി വരാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ പിതാവ് ഈ സ്കൂളിൽ അധ്യാപകനായിരുന്നു. അപ്പോൾ ആ സ്കൂളിൽ തന്നെ ഞാനും അധ്യാപകനായിട്ട് കടന്നു വരികയും പിന്നീട് ഇവിടുന്ന് പല പല സ്കൂളുകളിൽ ജോലി നോക്കുകയും ചെയ്തു. ഈ അടുത്ത കാലത്താണ്, 1 വർഷം മുമ്പാണ് ഞാൻ ഈ സ്കൂളിൽ പ്രിൻസിപ്പളായിട്ട് കടന്നു വരുന്നത്. അപ്പോൾ പഠിച്ച സ്കൂളിൽ അധ്യാപകനായും പിന്നീട് പ്രിൻസിപ്പളായും കടന്നു വരാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ വഴികളിൽ എന്നെ സഹായിച്ച എൻ്റെ അധ്യാപകരെ, ആ ഗുരുനാഥന്മാരെ എല്ലാം ഞാനിപ്പോൾ മനസ്സുകൊണ്ട് സ്മരിക്കുകയാണ്. ഒരുപാട് പേര് മൺമറഞ്ഞു പോയി, ഒരുപാട് പേര് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ്. വായന സാറിൻ്റെ സ്വഭാവ രൂപീകരണത്തെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്? പുസ്തകങ്ങൾ വായിക്കാൻ എനിക്കും ഇഷ്ടമായിരുന്നു. സ്കൂൾ ജീവിതത്തിൽ നമ്മുടെ സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് പല പല ബുക്കുകളും നമുക്ക് അധ്യാപകർ നമ്മളെ കൂടെ നിർബന്ധിപ്പിച്ച് എടുക്കുമായിരുന്നു. അങ്ങനെ സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് പല പുസ്തകങ്ങളെടുത്ത് വായിച്ചു തുടങ്ങി. പിന്നീട് നെല്ലനാട് പഞ്ചായത്തിൻ്റെ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. അതിനെൻ്റെ സുഹൃത്തുക്കൾ അവിടെ അംഗങ്ങളായിരുന്നുകൊണ്ട് അവർ എന്നെ അവിടെയും കൊണ്ടുവന്ന് മെമ്പർഷിപ്പ് എടുക്കുകയും അവിടെ നിന്ന് പുസ്തകങ്ങൾ വായിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവരൊരുപാട് ഡിറ്റക്റ്റീവ് നോവലുകൾ ആണ് വായിച്ചിരുന്നത്. അപ്പോൾ ഞാനും ആദ്യം അതാണ് വായിച്ചു തുടങ്ങിയത്. ആ വായനകളിലാണ് തകഴിയെയും ബഷീറിൻ്റെ കൃതികളും എസ്.കെ. പൊറ്റക്കാടിൻ്റെ യാത്രാവിവരണങ്ങളൊക്കെ മനസ്സിനെ വല്ലാതെ ആകർഷിച്ച പുസ്തകങ്ങളായിരുന്നു. അതുപോലെ തന്നെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത പുസ്തകങ്ങളും പലതും വായിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ പുസ്തക വായന എന്ന് പറയുന്നത് സ്വാധീനം ചെലുത്താറുണ്ട്, അല്ലെങ്കിൽ ചെലുത്തിയിട്ടുണ്ട്. സാറിൻ്റെ ജീവിതാനുഭവങ്ങൾ സാറിനെ പഠിപ്പിച്ച പാഠം എന്താണ്? ജീവിതാനുഭവങ്ങൾ കൊണ്ട് നമ്മളെ എന്താണ് പഠിപ്പിച്ചതെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. ജീവിതാനുഭവങ്ങളാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ഗുരുനാഥൻ എന്ന് പറയുന്നത്. നമുക്കുണ്ടാകുന്ന ഓരോ അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ ഓരോ പാഠങ്ങൾ പഠിക്കുന്നതും നമ്മുടെ ജീവിതത്തിലെ പ്രധാനമായ തീരുമാനങ്ങൾ പലതും എടുക്കുന്നതും. അപ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നത്, നമ്മൾ വളരെ സത്യസന്ധമായും ആത്മാർത്ഥമായും നമ്മുടെ പ്രൊഫഷനുകളെ, നമ്മുടെ പ്രവൃത്തികളെ നമ്മൾ സമീപിക്കുക. തീർച്ചയായും നമുക്കതിനുള്ള പ്രതിഫലം നമുക്കതിൽ നിന്ന് കിട്ടും. നമ്മളെന്താണോ
പ്രവർത്തിക്കുന്നത്, അതിൻ്റെ ഫലമാണ് തീർച്ചയായും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതിനോടുള്ള സമീപനം, ആ സമീപനം വളരെ സത്യസന്ധമായ രീതിയിലാണ് വേണ്ടത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും അതിൻ്റെ ഫലം നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഫലം നമുക്ക് ലഭിക്കും. അതാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് ജീവിതാനുഭവങ്ങളിൽ നിന്ന് നേടിയിട്ടുള്ള ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത്. ഈ അധ്യാപക ദിനത്തിൽ നമുക്ക് വേണ്ടി ഇത്രയും സമയം മാറ്റിവെച്ച അസീം സാറിന് വളരെയേറെ നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഈ അവസരത്തിൽ നമ്മുടെ എല്ലാ ഗുരുക്കന്മാരെയും വളരെ ആദരവോടെ ബഹുമാനത്തോടെ ഓർക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ ആൻഡ് സാരംഗി. പാട്ട് കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണല്ലേ. എന്നാൽ പിന്നെ നമുക്ക് അടുത്തതായി ഒരു പാട്ട് കേട്ടാലോ? 9J ക്ലാസ്സിൽ നിന്നും സരുണിനെ ക്ഷണിക്കാം. താങ്ക് യു സരുൺ. അവസാനമായി ഈ അധ്യാപക ദിനത്തിൽ നമ്മുടെ അധ്യാപകരോട് നമുക്ക് നന്ദി പറയേണ്ടത് അനിവാര്യമാണ്. അവരുടെ പരിശ്രമവും കരുതലും എടുത്തു പറയേണ്ട ഒന്നാണ്. അതിനായി 9ാം ക്ലാസ്സിൽ നിന്നും അനഘയെ ക്ഷണിക്കുന്നു. Dear teachers, your advice and guidance helped us become stronger. Thank you so much. We cannot even list all the things you have taught us, but most importantly, you have taught us to be a kind person, and we will remember this all in our entire life. Thank you so much. Happy Teachers Day. താങ്ക്സ് അനഘ. ഇന്നത്തെ റേഡിയോ പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. Once again, a very happy Teachers Day to all of our teacher and friends. Signing off, RJ Anaya, RJ Kalyani.